ഓം അഗത്തീശ്വരായ നമഃ. എല്ലാവർക്കും വണക്കം. സ്ഥിരമായിട്ടേ വീട്ടില് സീരിയൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ദാരിദ്ര്യവും കഷ്ടപ്പാടും കലഹവും പ്രശ്നങ്ങളൊക്കെ പെരുകും എന്ന് പറയാൻ കാരണമുണ്ട്. നമുക്കതൊരു അസ്ട്രോളജിക്കലി ഡീകോഡ് ചെയ്താലോ. സീരിയൽ സീരിയൽ കണ്ട സീരിയൽ എന്ന് പറയുന്നത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, രാഹുവിന്റെ കാരകത്വമാണ്. രാഹുവിന്റെ കാരകത്വമുള്ള കാര്യമാണ് സീരിയല്. രാഹു എന്താണ് ഈ രാഹുവിന്റെ കാരകത്വം സീരിയലിന് വരാൻ കാരണം എന്ന് പറഞ്ഞാൽ, മിക്കവാറും സിനിമയുടെ സ്ക്രീൻ രാഹുവാണ് പടം എന്ന് പറയുന്ന മാതിരി. ഇത് ലോങ് ആയിട്ടുള്ള ഒരു സംഭവം, പെട്ടെന്ന് തീരാത്ത ഒരു സംഭവം, ഒരു സംഭവം മാത്രമല്ല ഒരു ആക്ഷൻ, അതാണ് സംഭവം എന്ന് പറഞ്ഞാൽ. അതേപോലെ ഒരു കാര്യം പെട്ടെന്ന് തീരുന്നില്ല, കണ്ടിന്യൂ ആയി പോകുന്നു എങ്കിൽ അത് രാഹുവിന്റെ കാരകത്തോടെ. സീരിയൽ അതാണല്ലോ, കണ്ടിന്യൂസ്ലി ഗോയിങ് ഓൺ, കണ്ടിന്യൂസ്ലി ഇറ്റ്സ് ഗോയിങ്, തുടർന്ന് പോകുന്ന സാധനമാണ് സീരിയൽ. അതുകൊണ്ട് രാഹുവിന്റെ കാരകത്വം. ഇത് എന്റർടൈൻമെന്റ് ആകുമ്പോൾ ശുക്രന്റെ കാരകത്വം വരും. ഇത് ഇമോഷനാണ്, ചില സമയത്ത് ഇമോഷൻസിനെ ബാധിക്കും, അപ്പൊ അത് ബുധന്റെ കാരകത്വം വരും. അപ്പൊ സീരിയല് പ്രധാനമായിട്ടും രാഹുവിന്റെ കാരകത്വമാണ്. അത് ലോങ് ആയിട്ട് ഇങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കും. വീട്ടില് ധനം എന്ന് പറഞ്ഞാൽ ഗുരുവിന്റെ കാരകത്വം. ഗുരു നമ്മളുടെ വീട്ടില് ഒരു വസ്തു ഏതിന്റെ കാരകത്വം ഉള്ളത് അതിനെ അട്രാക്ട് ചെയ്യുമെന്ന് പറയും. എന്തിന്റെ ഫ്രീക്വൻസി ഉള്ള വസ്തുക്കളൊക്കെ നമ്മുടെ കയ്യിലുണ്ടോ ആ ഫ്രീക്വൻസിയെ അട്രാക്ട് ചെയ്യും. അതുകൊണ്ടാണ് വീട്ടിലേക്ക് ലക്ഷ്മി സാന്നിധ്യമുള്ള വസ്തുക്കൾ കൊണ്ടുവന്നാൽ ധനം വരുമെന്ന് പറയാൻ കാര്യം. ലക്ഷ്മി സാന്നിധ്യമുള്ള ആയിരക്കണക്കിന് വസ്തുക്കളുണ്ട്. അത് 720, പിന്നെ 108, 54, 28, അങ്ങനെ പല ഗണങ്ങളിലായിട്ട് പോകുന്നു. വസ്തുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദ്രവ്യങ്ങളാകാം, ജീവനുള്ള വസ്തുക്കള്, ജീവനുള്ള ജീവികളാവാം. അപ്പോ നമ്മള് രാശികളുടെ കണക്കില് ധാതുരാശി, ജീവരാശി, ധാതു, ജീവൻ, മൂലം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഞാൻ ധാതുരാശി ഏതാണ്, മൂലരാശി ഏതാണ്, ജീവരാശി ഏതാണെന്നൊക്കെ നിങ്ങളുടെ ബേസിക് ആസ്ട്രോളജിയിൽ മുന്നേ പഴയ വീഡിയോ എടുത്ത് നോക്കിയാൽ അറിയാം. അപ്പൊ ചില ധാതുക്കളില് പോസിറ്റീവ് എനർജി ഉണ്ട്, അത് ലക്ഷ്മിയെ അട്രാക്ട് ചെയ്യുക, അഥവാ ധനത്തെ അട്രാക്ട് ചെയ്യും. ജീവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകള്, വ്യക്തികള്, അതിലൊക്കെ നല്ല പോസിറ്റീവായ വ്യക്തികൾ നമ്മളെ കുടുംബത്തിലേക്ക് വന്നാൽ അത് പോസിറ്റീവ് എനർജി അവിടെ കൊണ്ടുത്തരും. ജീവൻ, ധാതു, പിന്നെ അടുത്താണ് മൂലം. മൂലം എന്ന് വിചാരിച്ചാൽ നിങ്ങൾ വിചാരിക്കും ഈ എല്ലാ ധാതു, മൂലം, ജീവൻ എന്നുള്ളതിന്റെ എക്സ്പ്ലനേഷൻ ഹോരയിൽ തന്നെ വ്യത്യാസം ഉണ്ട് കേട്ടോ. പരാശര ഹോര എടുത്തു കഴിഞ്ഞാൽ തന്നെ അതിന്റെ എക്സ്പ്ലനേഷൻ വലിയതായിരിക്കും. അപ്പൊ മൂലം എന്ന് പറഞ്ഞാൽ വേരുകള്. അപ്പൊ ധാതു, ജീവൻ, മൂലം നമ്മൾ സാധാരണ നോക്കാറ് മരുന്നുകളൊക്കെ കൊടുക്കുമ്പോൾ ഏത് മരുന്ന് ഒരാളുടെ ശരീരത്തിൽ വലിക്കും എന്നുള്ളതൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് ട്രഡീഷണലി. എന്നാൽ ഇതിന്റെ ഒരു റിസർച്ച് മൈൻഡിൽ നോക്കുമ്പോൾ, അല്ലെങ്കിൽ കാരകത്വം കൂടുതൽ കണക്ട് ചെയ്ത് നോക്കുമ്പോൾ, മൂലം എന്ന് പറഞ്ഞാൽ കാരണം എന്ന് പറയും. സംഭവം ഒക്കെ മൂലത്തിൽ തന്നെ. അപ്പോ മൂലത്തിൽ എന്ന് പറഞ്ഞാൽ ഈ മൂലമല്ല, മൂലം എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ വരുന്നത്. അപ്പൊ സംഭവങ്ങള്, ഏതിന്റെ കാരകത്വമുള്ള സംഭവങ്ങളാണ് വീട്ടിൽ ഏറ്റവും കൂടുതൽ നടക്കുന്നത്, ആ എനർജി അബ്സോർബ് ചെയ്യും വീട്ടിലേക്ക്. അപ്പൊ രാഹുവിന്റെ കാരകത്തുള്ള ഒരു സാധനം വീട്ടിൽ ഇങ്ങനെ കണ്ടിന്യൂസ്ലി റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ എനർജി ആയിരിക്കും അബ്സോർബ് ചെയ്യുക. രാഹുവിന്റെ ദശയിൽ നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നോക്കിക്കോ, അല്ലെങ്കിൽ അപഹാരത്തില് സീരിയൽ തന്നെ കണ്ടുകൊണ്ടിരിക്കും. ഈ സീരിയലിന്റെ കഥ എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ് കേട്ടോ. ഇമോഷൻസിനെ ടച്ച് ചെയ്യുന്ന കഥകളാണ്, കഥയില്ലാത്ത കഥ. ഇത് എഴുതാൻ തന്നെ ഒരു സൈക്കോളജി പഠിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. എഴുതുന്ന ആൾക്കാര് സൈക്കോളജിക്കലി ഇമോഷൻസിനെ ടച്ച് ചെയ്യുന്ന തരത്തിലാണ് ഇത് എഴുതുന്നത്.
അതായത് കോമൺ ആയിട്ടുണ്ടാവുന്ന പ്രശ്നങ്ങളെയാണ് എടുത്തു കാണിക്കുന്നത്. പ്രശ്നങ്ങൾ കാണാനും ആളുകൾക്ക് ഇഷ്ടമാണ്. രാഹുവിന്റെ കാരകത്വം സീരിയലിൽ കൂടുതലുണ്ടെന്ന് പറയാൻ കാര്യം പരദൂഷണം, മറ്റുള്ളവന്റെ കുറ്റം പറയുക എന്നുള്ളത്, മറ്റുള്ളവന്റെ ജീവിതമാണ് ഇവിടെ കാണിക്കുന്നത്. അതിങ്ങനെ ഒളിഞ്ഞെന്ന് വീക്ഷിക്കുക അല്ലെങ്കിൽ നേരിൽ കണ്ട് ആസ്വദിക്കുക എന്ന് പറയുന്നതൊക്കെ രാഹുവിന്റെ കാരകത്വം. ഇത് തന്നെയാണ്. അപ്പൊ സിനിമയിൽ നിന്ന് വ്യത്യാസം ഉണ്ടാകും. സിനിമ രാഹുവിന്റെ കാരകത്വം ഉണ്ടെങ്കിലും അത് ചില സിനിമ ശുക്രനാവാം, ചില സിനിമ ബുധനാവാം. എന്റർടൈൻമെന്റ് ഫിലിംസ് ശുക്രൻ, കോമഡി ഫിലിംസ് ബുധൻ, ആക്ഷൻ ഫിലിംസ് ചൊവ്വ, ട്രാജഡി ഫിലിംസ് ശനി, ഇങ്ങനെ പോകുന്നു. ഇനി സ്പിരിച്വൽ ഫിലിംസ് കേതു. അപ്പൊ ഫിലിം എന്ന് പറഞ്ഞാൽ അങ്ങനെ പോകും. എന്നാൽ സീരിയൽ മിക്കവാറും രാഹു തന്നെയാണ്. അതായത് ആരെങ്കിലും ഇതിൽ ചീറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു ആക്ഷൻ അതിൽ നടക്കണേ. ഒന്നില്ലെങ്കിൽ അമ്മായിയമ്മ മരുമോളെ ചീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ചീറ്റ് ചെയ്യാന്ന് വെച്ചാൽ അള്ളു വെക്കുക. മരുമോളെ അമ്മായിയമ്മക്ക് അള്ളു വെക്കുക. ഞാൻ അള്ളെന്നുള്ള വാക്ക് നിങ്ങൾ എടുത്തോളണം കേട്ടോ, അതിന്റെ മീനിങ് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. അവിഹിതങ്ങള്, കൊച്ചിന് അച്ഛനെ ആരാന്ന് അറിയാൻ പാടില്ല, അല്ലെ? ഇതൊക്കെ വല്ല വീട്ടിൽ നടക്കണമെങ്കിൽ. അതേപോലെ അച്ഛന് മോളെ ഏതാന്ന് അറിയാൻ പാടില്ല, അമ്മയ്ക്ക് മോളെ ഏതാന്ന് അറിയാൻ പാടില്ല, കൊച്ചിന് അമ്മ ഏതാന്ന് അറിയാൻ പാടില്ല. ഇതേമാതിരിയുള്ള ഇമോഷണലി സബ്ജക്റ്റ് വെച്ചുകൊണ്ടാണ് ഇത് വന്നത്. അപ്പൊ ഇത് കാണുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ ഈ ഫീലിംഗ് ആയിരിക്കും ഇത് കണ്ടുകൊണ്ടുള്ള ആൾക്കാർക്ക് ഉണ്ടാവുക. ഈ ഫീലിംഗ് മൊത്തത്തിൽ അന്തരീക്ഷത്തിൽ പരന്നു കഴിഞ്ഞാൽ അവിടേക്ക് ധനപരമായിട്ടുള്ള, പണത്തെ ആകർഷിക്കണം, പണപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ചിന്തയില്ലാതെ പോവുകയും രാഹുവിന്റെ കാര്യങ്ങളെ കുറിച്ച് പ്രശ്നങ്ങളും കലഹങ്ങളും ഇമോഷൻസും ഫിയറും ഇതൊക്കെ അങ്ങോട്ട് പരന്ന് കുഴപ്പങ്ങൾ ഉണ്ടാക്കും. ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം. ഞാൻ ഫോണൊന്ന് ജസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്തോട്ടെ. പറഞ്ഞു വന്നപ്പോൾ കണക്ഷൻ അങ്ങോട്ട് പോയി. അപ്പോൾ എന്തായാലും സീരിയലുകൾ കണ്ടുകൊണ്ടിരുന്നാൽ ആ ഒരു എനർജി ആയിരിക്കും നമ്മുടെ കുടുംബത്തിലേക്ക് വരുന്നത്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ഫ്രീക്വൻസി മാറിക്കൊണ്ടിരിക്കും, നമ്മുടെ ഇമോഷൻസ് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ തരത്തിലുള്ള ഇമോഷണലി ടച്ച് ചെയ്യുന്ന, എന്നാൽ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല ഇത് കണ്ടിട്ട്. പുതിയ അറിവുകളൊന്നും കിട്ടൂല. സൈക്കോളജിക്കലി ട്രാപ്ഡ് ആക്കാനുള്ള അറിവൊക്കെ അതിലുണ്ട് തന്നെ. ഇത് കണ്ട് ഇത് നമ്മുടെ മൊത്തം അന്തരീക്ഷത്തെ ബാധിച്ച് മറ്റുള്ളവരുടെ ബ്രെയിനെയും ബാധിച്ച്, കണ്ടുകൊണ്ടിരിക്കുന്നവർ വല്ല വയസ്സായ സ്ത്രീകളോ സാധാരണ സ്ത്രീകളാണെങ്കിൽ ഇവർക്കൊരു തോന്നൽ വരും. എന്താന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ആളുകൾ, മരുമോള ആണെങ്കിൽ മരുമോള് പ്രശ്നം, ചേട്ടത്തി പ്രശ്നം, ഇനി പുതിയതായിട്ട് പുറത്തുനിന്ന് ഒരാൾ വരികയാണെങ്കിൽ അവര് പ്രശ്നം. ഇങ്ങനെ ഫിയർ ഓഫ് ഇമോഷണൽ ബൈൻഡിങ് വന്നിട്ട് ഇത് ഒരു ഫിയർ ഒക്കെ ഉണ്ടാക്കാനുള്ള സാധ്യത വരും. ഇപ്പോൾ അസ്ട്രോളജിക്കലി പറഞ്ഞാൽ ഏതിന്റെ കാരകത്തുള്ള ഒരു വസ്തുവോ ആളോ ഏതിന്റെ എനർജി നമ്മളുടെ വീട്ടിലേക്ക് പ്രവേശിക്കുന്നുവോ അത് വീട്ടിലേക്ക് വീണ്ടും വീണ്ടും കടന്നു വരാനായിട്ട് ഇടയാകും. അതുകൊണ്ട് നെഗറ്റീവ് ആയിട്ടുള്ള സാധനം നമ്മുടെ വീട്ടിലേക്ക് വന്നാൽ നെഗറ്റിവിറ്റി അവിടെ ഉണ്ടാക്കിയിട്ട് കൂടുതൽ നെഗറ്റീവ് ആയിട്ടുള്ള സാധനങ്ങൾ വരാനായിട്ട് കാരണമാവും എന്നുള്ളതാണ് പ്രധാനം. അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ചില പൊരുളുകൾ വസ്തുക്കൾ വീട്ടിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ പോസിറ്റിവിറ്റി ഉണ്ടാക്കുക, ചില വസ്തുക്കൾ വെച്ചാൽ നെഗറ്റിവിറ്റി ഉണ്ടാക്കുക, എന്താണ് ലക്ഷ്മിയെ ആകർഷിക്കുന്ന വസ്തുക്കൾ, എന്താണ് ദാരിദ്ര്യത്തെ ആകർഷിക്കുന്ന വസ്തുക്കൾ എന്നപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എനർജി പോസിറ്റീവ് ആയത് കൊണ്ടുവച്ചാൽ അവിടെ പോസിറ്റീവ് എനർജി നിറഞ്ഞിട്ട് അതിനെ അട്രാക്ട് ചെയ്യാനുള്ള ടെൻഡൻസി വരും. വസ്തുവിലും പ്രധാനം നമ്മുടെ തോട്ടാണ്. തോട്ട് വളരെ ബാധിക്കും. അസ്ട്രോളജിക്കലി ഇങ്ങനെയൊക്കെ പറഞ്ഞാലും സൈക്കോളജിക്കലി പറയുകയാണെങ്കിൽ ഇമോഷൻസ് നമ്മുടെ ബ്രെയിനെ, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാം ബ്രെയിനിൽ ഇംപ്രിന്റ് ആകും, സബ് കോൺഷ്യസ് മൈൻഡിൽ ഇംപ്രിന്റ് ആകും. അത് ചില സമയത്ത് കോൺഷ്യസ് മൈൻഡിനെ ബാധിക്കും. അതേപോലത്തെ അതിന് സാമ്യമായിട്ടുള്ള ചെറിയൊരു പ്രവർത്തി കണ്ടാൽ പോലും അത് സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്ന നെഗറ്റീവായിട്ടുള്ള ഫീലിങ്സിനെ കോൺഷ്യസിലേക്ക് വരുത്തിട്ട് പ്രശ്നങ്ങളും കലഹങ്ങളും കുഴപ്പങ്ങളും ഫിയറും ട്രോമയും ഡിപ്രഷനും ഒക്കെ ഉണ്ടാക്കാനായിട്ട് കാരണമാവും. അതുകൊണ്ട് യൂസ്ലെസ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ടൈം പാസിന് പോലും യൂസ് ചെയ്യാതിരുന്നാൽ നിങ്ങൾക്ക് നല്ലതാണ്. രണ്ടാമത്തെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താമത്, ഒരു കണ്ടിന്യൂറ്റി ഇതിലുള്ളത് കൊണ്ട് ഇന്നിപ്പോ കഴിഞ്ഞിട്ടുള്ള കഥയുടെ ബാക്കി നാളെ എന്താണെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കും. അത് ശരകല പഠിപ്പിക്കുമ്പോൾ ഞാൻ പറയാണ്, ശരം വലിച്ച്
ഒരു വള്ളി കെട്ടിയിട്ട് ഇങ്ങനെ വലിച്ച് അതിന്റെ അറ്റം നമ്മൾ പിടിച്ചേക്കണ മാതിരിയാണ്. എന്താ കുഴപ്പമെന്ന് പറഞ്ഞാൽ ആ വള്ളി കൊണ്ട് പോകുന്നവന്റെ പുറകെ നമ്മൾ ഓടേണ്ട വരും. കാള കഴുത്തിൽ നമ്മൾ സ്വയമേ കൊടുക്കിട്ടിട്ട് ഒരുത്തിന് വലിക്കാൻ കയറിന്റെ അറ്റം കൊടുക്കുന്ന മാതിരി അത് പോണതിനനുസരിച്ച് നമ്മൾ പോകേണ്ട വരും. അത് ഈ ഒരു അവസ്ഥ സീരിയലിനുണ്ട്. കാര്യം സീരിയല്, അതായത് എന്ത് സീരിയലായാലും കണ്ടിന്യൂറ്റി ഉള്ളത് കൊണ്ട് നമ്മൾ അതിനെ കുറിച്ച് ചിന്തിക്കും. അപ്പൊ നമ്മുടെ ബ്രെയിനിന്റെ ഒരു ഭാഗം, ചില ന്യൂറോൺസ്, ചില ഭാഗങ്ങൾ ഇതിനെ തന്നെ സേവ് ചെയ്തിട്ട് ഇതിനെ പറ്റി തന്നെ ആലോചിക്കാനായിട്ട് ഒരു കോഡ് പോലെ ഇതിങ്ങനെ കിടക്കുന്നതുകൊണ്ട് നമുക്ക് വളരാൻ വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങളെയും കുറിച്ച് ആലോചിക്കാനായിട്ട് നമുക്ക് സമയം കിട്ടില്ല. വളരാനായിട്ടുള്ള കാര്യങ്ങൾ, പുതിയ ചിന്തകൾ വരുത്തുമ്പോൾ ഇതിങ്ങനെ കിടക്കണ ഒരു കയറ് പോലെ, ഒരു വിലങ്ങ് പോലെ കിടക്കുന്നത് കൊണ്ട്, ഒരു ലൈൻ പോലെ കിടക്കുന്നത് കൊണ്ട് നമുക്ക് അതിനെ ക്രോസ് ചെയ്ത് ചിന്തിക്കാൻ പറ്റാത്ത അവസ്ഥയ്ക്ക് വരും. നമ്മുടെ ആ ഒരു സമയമാകുമ്പോഴത്തേക്കും നമുക്ക് അതിന്റെ ബാക്കി കാണണം എന്നുള്ള ചിന്ത വന്നിട്ട് നമ്മുടെ ബാക്കി പ്രധാനപ്പെട്ട പല പ്രവൃത്തികളും നമ്മൾ മാറ്റി വെക്കേണ്ടി വരും. ചില സമയത്ത് വർക്കൗട്ട് ചെയ്യാൻ പോകേണ്ടിയിരിക്കും, ചില സമയത്ത് പ്രാർത്ഥിക്കാൻ പോകേണ്ടിയിരിക്കും, ചില സമയത്ത് ഏതെങ്കിലും ബിസിനസ് ഡിസ്കഷൻ പോകേണ്ടിയിരിക്കും. ഇതിനെല്ലാത്തിനും വീട്ടിലുള്ള ആൾക്കാർ കണ്ടുകൊണ്ടിരുന്നാലും ഇവര് തന്നെ നമുക്ക് തടസ്സങ്ങൾ വെച്ച് സാമ്പത്തികപരമായിട്ടും പണം ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ ആയിട്ട് നമ്മൾ പ്രവൃത്തിക്ക് ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത് ഇതിനൊക്കെ തടസ്സമായിട്ട് ഇതൊക്കെ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് നിങ്ങൾ ആവശ്യമുള്ള കാണുക എന്ന് പറഞ്ഞ സീരിയൽ കാണണമെന്ന് ഞാൻ പറയില്ല. ഞാൻ പറഞ്ഞില്ലേ, സീരിയൽ രംഗത്ത് പ്രവർത്തിക്കുന്ന പല ആൾക്കാരും നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. അപ്പൊ അത് അവരുടെയും ഒരു ഉപജീവന മാർഗമാണ്. എങ്കിലും ബുദ്ധിയുള്ള ആൾക്കാർ ഏറ്റവും നല്ല കാര്യങ്ങൾ കൂടുതൽ കണ്ടുകൊണ്ടിരിക്കും, ഏറ്റവും നല്ല പ്രവൃത്തികൾ കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കും എന്നും പറഞ്ഞ്, അങ്ങനെയാണെങ്കിൽ ഒന്നും നല്ലതും ചീത്തയില്ല എന്നൊക്കെ പറഞ്ഞ് ലോജിക്കല്ല പറഞ്ഞത്. നമ്മൾ കുറച്ചും കൂടി ഇത് കാണുന്നതിന്റെ ഒപ്പം തന്നെ കുറച്ചും കൂടി മൈൻഡിനെ ഫ്രഷപ്പ് ആക്കാനുള്ള കാര്യങ്ങൾ കാണുക. പിന്നെ ചില ഈ കഥകളൊക്കെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് നിങ്ങളുടെ ബ്രെയിനിലെ സ്റ്റക്കായിട്ട് ഇത് വരാതെ സിനിമയൊക്കെ കണ്ട് അത് വിളിച്ച് തീർന്നു പോകുന്ന തരത്തിൽ കാണുക. പിന്നെ മൈൻഡ് ട്രെയിനേഴ്സ് എപ്പോഴും പറയും നെഗറ്റീവായിട്ടുള്ള സാധനം കാണുകയോ കേൾക്കുകയോ ചെയ്യരുതെന്ന് പറയും. അത് ആൾക്കാർ പറയുന്നതാണെങ്കിലും സീരിയലിലാണെങ്കിലും സിനിമയിലാണെങ്കിലും കാണരുതെന്ന് പറയും. കാര്യം അതൊക്കെ നെഗറ്റീവ് ഇംപ്രിന്റ്സ്, നെഗറ്റീവ് ഇംപ്രഷൻസ് ബ്രെയിനിൽ ഉണ്ടാക്കും. അപ്പൊ നമ്മൾ പോസിറ്റീവായിട്ട് മോട്ടിവേഷണലി നമ്മളെ ഉയർത്തുന്ന കാര്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കണമെങ്കിൽ നമ്മൾ ലൈഫിൽ രക്ഷപ്പെടാനുള്ള സാധ്യത കൂടും. അപ്പൊ ഇന്നേക്ക് ഇത്രയേ പറയാനുള്ളൂ. ഇനി അടുത്ത ഒരു കോൺസെപ്റ്റ് ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ഇന്നേക്ക് ഇത്രയുള്ള എല്ലാവർക്കും ഒരു വണക്കം. ഓം അഗത്തീശ്വരായ നമഃ.